വെറൈറ്റി ആയി പോയല്ലേ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? തായ്ലൻഡിലെ ഞങ്ങളുടെ 5ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിതേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ഇന്ത്യൻ ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. കൂടുതൽ ഇന്ത്യൻ ടൂറിസ്റ്റുകൾ ഇവിടെ ഉള്ളതുകൊണ്ടായിരിക്കാം. ബാങ്കോക്കിലെ ഹോട്ടലിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി തായ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്പ്രെഡ് കുറച്ച് കുറവായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങളിതേ ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ ഡ്രൈവർ പിക്കപ്പിനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഫുൾ ഡേ നമുക്ക് പരിപാടിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ്. അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കാം. Amazon Cafe. ഓക്കെ. When you come here, you not find me, you can call me. Okay. അപ്പോൾ ഏകദേശം 15 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം ഞങ്ങളിതേ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 9:45 1 മണിക്കൂറാണ് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം. ഞങ്ങളുടെ തായ്ലാൻഡ് സീരീസിലെ മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, ഞങ്ങൾ ബഡ്ജറ്റ് ഹോളിഡേയ്സിന്റെ പാക്കേജ് എടുത്താണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം അവർ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവർ തന്നെ കറക്റ്റ് സമയത്ത് നമ്മളെ വന്ന് പിക്കപ്പ് ചെയ്യുകയും ഓരോ സ്ഥലത്തും എത്ര സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാന്നുള്ള പ്ലാൻ എല്ലാം ചെയ്ത് കറക്റ്റായിട്ട് അവർ തന്നെയാണ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിതേ അകത്ത് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിൽ കയറിയിട്ട് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. Come to Kerala? Oh, Thailand. Kerala, India. സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. പായും ഡ്രസ്സും ഒക്കെ ഈ സൈഡ്. കറിക്കും വെള്ളത്തിനും കച്ചവടം. ഓൾറെഡി പേരാ. നമ്മൾ ഓൾറെഡി പൈസ കൊടുത്തല്ലേ, പിന്നെ 20 ബാത്ത് കൊടുക്കേണ്ട കാര്യം എന്തോ. ബോട്ട് ഇവിടെ തീരെ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നടന്ന് തിരിച്ചു പോകണം. വെറുതെ അങ്ങനെ പൈസ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെ ബോട്ട് വൺ സൈഡേ ഉള്ളു. തിരിച്ച് നമ്മള് നടന്നു പോകണം. അതായത് ഇപ്പൊ ഒന്നും സമയമൊന്നും ആയില്ല, 10 മിനിറ്റല്ലേ ആയത്. തിരിച്ച് നടന്ന് ഇവിടെ 1 മണിക്കൂറാന്നല്ലേ പറഞ്ഞേ. 11 മണിയാകുമ്പോഴത്തേനും അങ്ങ് എത്തിയാൽ മതി. നമ്മള് ഇതിന് പേ ചെയ്തത് കൂടാതെ 20 കൂടെ കൊടുക്കുന്നത് അതിന്റെ ആവശ്യമില്ല. ആ, അയാള് ചോദിച്ചു. ഓൾറെഡി എല്ലാം പാക്കേജ് എടുത്ത് വന്നവര് പിന്നെ വീണ്ടും പൈസ കൊടുക്കേണ്ട കാര്യം എന്ത്? ആ, 50 രൂപ ചോദിച്ചു കൊടുക്ക്. അല്ല ഇപ്പൊ എന്ത് ചെയ്യാന്, കേറിപ്പോയില്ലേ. ആയാ ഓക്കെ. ഫോട്ടോയും കൂടെ മേടിക്കാത്ത കുറവിടെ ഉള്ളു. അന്നല്ലാതെ 10-500 ആയിരിക്കും ചോദിക്കുന്നത് ബാത്ത്. പപ്പയും കൂടെ പോയി നിൽക്കോ. തൊപ്പി അങ്ങ് മാറ്റണേ അപ്പാ, ഫോട്ടോയിൽ മുഖം കാണത്തില്ല. ആ, പിള്ളേർക്കാന്നോ അതുനാന്നോ? ആ, പോളി ഇടുന്നത് എത്ര ചോര്? 250യാ? ചെറുതായിരിക്കത്തില്ല അവന്. ചെറുതാ. ആ, അത് ഓക്കെ ആയിരിക്കും. അത് ഓക്കെ ആയിരിക്കും. അത് എത്ര ഏജിൻ്റെ ഞാൻ ചോദിച്ചേ? ഏജ് ചോദിച്ചു, ചിലപ്പോൾ അതിൽ കാണും. കൊള്ളാം. ആദുവിൻ്റെ കൂട്ടുണ്ട് ഇത്. ആദുവിൻ്റെ പോലെ ഉണ്ടെന്ന്. 240യാ? പപ്പ എഴുത്തി വരും. ഇവിടെ ഇരിപ്പുണ്ട്, ഈ കടയിൽ ഇരിപ്പുണ്ട്. ഇതെങ്ങനുണ്ട് ആദുവിന്? ആനയൊക്കെ ഉണ്ടല്ലേ, വാങ്ങിച്ചോ?
ഓ തായ്ലൻഡ് എന്ന് എഴുതിയതുണ്ട്, വേണോ? തായ്ലൻഡ് എന്ന് എഴുതിയതുണ്ട്, വേണോ? വേണ്ട. ആ പൈസ ഉണ്ട്, നമുക്ക് ബാക്കിയുണ്ടോ? ഇനി ബാഗിൽ ഏതായാലും അല്ല അങ്ങോട്ട് നോക്കല്ലേ, വേറെ വേറെ കാണുമായിരിക്കും. How much for this? This one for 490. 490. Can do discount. This one? This one 550. 550. Both are? Both 1,040 baht. Okay. Can discount for you 800 baht. 440. ഒരു 1000-നുള്ളത് 800-നാക്കി തരാം. വേണോ? വേണ്ടാന്ന് പറ. ഓക്കെ ശരി. എനിക്ക് വേണ്ടാന്ന് പറയാൻ വയ്യാത്തോണ്ട് ഞാൻ ചേട്ടനെ കൊണ്ട് പറയിപ്പിച്ചതാ. ഫുഡ് മാത്രമേ ഉള്ളൂ. ബാഗുണ്ടോ? ഇല്ലെങ്കിൽ തിരിച്ചു വരാം. ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. എന്തായാലും ഇവിടെ 1 മണിക്കൂറുണ്ട്. മുതല ചുമ്മാ അല്ല വാട വന്നത്. അല്ലല്ല അതല്ല, മാംഗോ സ്റ്റിക്കി റൈസ് അല്ലേ അമ്മ ഉദ്ദേശിച്ചേ? പോണോ? ഓ ചോളം. എൻ്റെ അമ്മേ, മുതലേ ഉള്ളിടത്തോട്ട് പോകാനുള്ളൊരു ബുദ്ധിമുട്ട്. വൃത്തികെട്ട മണം. ഇടയ്ക്ക് വെച്ച് അമ്മയെ കാണാനില്ല, പോയി നോക്കിയിട്ട് വരാം. കണ്ടുകിട്ടി, ദേ നിൽക്കുന്നു. എവിടെ 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 കിട്ടിയ എന്തെങ്കിലും? ആ തായ്ലൻഡ് മതി. തായ്ലാൻഡ് എന്താ പട്ടായ ഉണ്ട്, പട്ടായ. വേണ്ട, ഈ പയ്യന്റെ ഇതിന്റെ അളവിനുണ്ട്, എടുക്ക്. ആ നീളം ഉണ്ടല്ലോ അവന്. ആ ലാർജ് എടുത്തോ. എമ്മ മതിയാ. ഇതിലെവിടെ പട്ടായ? ബാങ്കോക്ക് പട്ടായ. ആ ആദി, നീ ഇത് കാണുന്നുണ്ടല്ലോ. ഭയങ്കര ചൂട്. ഇത്രയും വെള്ളം ഉണ്ടായിട്ട്, ചുറ്റിനും വെള്ളം ഉണ്ടായിട്ട് നല്ല പൊരിഞ്ഞ ചൂട്. എൻ്റെ അമ്മേ, ഞാൻ അവിടെ ഒരു ഡ്രസ്സ് പോയി നോക്കിയേ. അതിൻ്റെ ബാക്കിൽ നോക്കിയപ്പം മെയ്ഡ് ഇൻ ഇന്ത്യ. ഇവിടുന്ന് എന്തിനാ വാങ്ങിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണേ? ഞാൻ അവിടുന്ന് വാങ്ങിച്ചോളാം. ആ ഇത് കൊള്ളാമല്ലോ. ഏയ്, ഹൗ മച്ച് ഫോർ ദിസ്? 50 ബാത്താ? ശരി. ഇതിവിടെ എല്ലാം ഉണ്ടല്ലോ. 50 ബാത്തെന്ന് പറയുമ്പോൾ 150 രൂപന്ന് അല്ലേ? 50 ബാത്ത് വേണ്ട. അല്ല, 50 ബാത്തെന്ന് പറയുമ്പോൾ 2.5 ഇല്ലയോ? ആ 2.5. How much for this? 500 baht. Okay. 500 baht. പാവാടയ്ക്ക്. ആ പാവാടയ്ക്ക് 500 ബാത്ത്. എത്ര? ആ എനിക്ക് ഈ മണം പറ്റത്തില്ല. ആനയുടെ പടം വരച്ച് വെച്ച് പെയിന്റിങ്.
നൈസ്. How much for this? This one 120. 120 ബാത്താ. അപ്പം മറ്റേത് തന്നെ ലാഭം. അത് വലിയ ബാഗ് തന്നെ ലാഭം. അത് 350. എന്തായാലും ഇഷ്ടപ്പെട്ടാമേ. I give you discount. I give you 250. 250 discount. ഡിസ്കൗണ്ടിൽ തരാം. 250 തരാം. അയ്യോടാ ആനക്കുട്ടന്മാർ. ആ എൻ്റെ വീഡിയോ എടുക്കുമോ? റെക്കോർഡാണ്. This one 230. 230. അപ്പം ഈ സ്മോൾ വൺ 150. സെയിം മെറ്റീരിയൽ അല്ലേ? ഇതിൻ്റെ സെയിം മെറ്റീരിയൽ. ഓ ഇങ്ങനെ പിടിക്കുന്നേ, ഇങ്ങനെ പിടിക്കുന്നേ. മാസ്ക് ഇടേണ്ടി വരുമെന്ന് തോന്നല്ല. അയ്യോ അമ്മ മൂക്ക് തപ്പി പിടിച്ചോ. അങ്ങനെ ചെറിയ രീതിയിലൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി ഞങ്ങളിതേ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുകയാണ്. ആക്ച്വലി ഇത് ട്രഡീഷണൽ ആയിട്ട് തായ് ലോക്കൽസ് ഷോപ്പ് ചെയ്യുന്ന ഒരു ഒറിജിനൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അല്ല. ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ട് ഇവരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അത്ര വലുതുമല്ല. മാത്രമല്ല ഇവിടെ കൂടുതൽ നമ്മൾ ജസ്റ്റ് ഒരു വള്ളത്തിലൊന്ന് കറങ്ങി വന്നിട്ട് നടന്ന് മാർക്കറ്റിൽ കൂടി ഷോപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ കൂടുതലും നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഈ മാർക്കറ്റിൽ കൂടെ നടന്ന് കണ്ട് ഷോപ്പ് ചെയ്യുന്ന രീതിയിലാണ്. ആക്ച്വൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ പോലെ വള്ളത്തിൽ തന്നെ ഇരുന്ന് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് വളരെ കുറവാണ്. ആ ഒരു എക്സ്പീരിയൻസ് ശരിക്കുള്ളൊരു ഓതൻറ്റിക് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ബാങ്കോക്കിലൊക്കെയുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ തന്നെ പോകണം. നിർഭാഗ്യവശാൽ നമുക്കിപ്പോൾ ഈ ഒരു ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ പോകുന്നത് നോങ്നൂച്ച് വില്ലേജ് ഗാർഡനിലേക്കാണ്. These packets we can get എന്തുവാ? എന്തോ മിസ്മാച്ച് എന്തോ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പുള്ളി കുറച്ച് നേരമായിട്ട് അവിടെ നിൽക്കുമോ ഫോണിലൊക്കെ വിളിച്ച്. ആ അപ്പം ആദ്യം ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അല്ലായിരുന്നു. അത് ഇതായിരുന്നു. ഇവിടെ 11:30 അതോ ഇതാണെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്തവർ കൊടുത്തായിരുന്നു. ആ എന്തോ ഒരു മിസ്മാച്ച് സംഭവിച്ചു. നമ്മളിനി ഇവിടെ വെയിറ്റ് ചെയ്യാണ്. നോക്കാം. ആ ഫാൻ എൻ്റെ കയ്യിലുണ്ട്. വേണോ? But you can wait for 2. After 2, then not. Okay. ആ ഇത് 130-യുടെയാ. Yeah, 2. Just start 1:30. Finish 3 o'clock. 3 o'clock at night. Now we go to the lunch. Standing that tourist get the few ones. താങ്ക് യു. ഏകദേശം അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അകത്ത് കയറിയിട്ടുണ്ട്. 11:30-യുടെ ഷോയ്ക്ക് ഇനി കയറാൻ പറ്റത്തില്ല. അപ്പം പറയുന്നത് 1:30-യുടെ ഷോയ്ക്ക് കയറാമെന്നാണ്. ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഈ ഷോ കഴിയുമ്പോഴത്തേക്ക് ഒരു 3 മണിയൊക്കെ ആവും. അതുകൊണ്ട് എന്തായാലും ആദ്യം ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് പണി കിട്ടി. പിന്നെ പോട്ട് പോസിറ്റീവായിട്ട് എടുക്കാം. ആന ആന സഫാരിയൊക്കെ ഉണ്ട്. അതിനെനിക്ക്
എനിക്ക് ഒന്ന് എക്സ്ട്രാ വേറെ ടിക്കറ്റ് എടുക്കേണ്ടി വരും. നമുക്കിപ്പം തൽക്കാലം ബാക്കിയൊക്കെ കാണാം. ഇതിപ്പോൾ എങ്ങോട്ട് കൊണ്ടുപോകാന്നാ? ബസ്സാണോ? Now we go to the bus, the sightseeing bus. Normally sightseeing bus 15 or 1 hour. Right now we have time 1.5 hour. We have to time 1:30, right? If you're hungry, after finish bus, come to meet me this room. Yeah, I show you if you want. If you want, if you're hungry before lunch, or before show, you can do lunch. Before tour, you can do lunch. Yeah. If you're not hungry, you can do after show. After show 3 o'clock. ബിഫോർ ഓൺലി. പോയിട്ട് വന്നു കഴിയുമ്പോൾ 1:30 അടുത്ത ഷോയാണ്. അപ്പോഴത്തേക്ക് താമസിക്കത്തില്ല. അതെ, അമ്മ കഴിച്ചിട്ട് കയറാം. ഫസ്റ്റ് ലഞ്ച് അമ്മ കയറമ്മ. ചേട്ടാ അമ്മ എന്ന്, ചേട്ടാ അമ്മ എന്ന് പിടിച്ചോ. 3 മണിയാവും തീരാൻ. ഇത് കഴിഞ്ഞ് വൈകിട്ട് അടുത്ത പരിപാടി ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ നോങ്നോച്ച് വില്ലേജ് ഗാർഡൻ എന്ന് പറയുന്നത് വലിയൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ഇതിനുള്ളിൽ തന്നെയുള്ള ഇവരുടെ ഒരു ഷോയും പിന്നെ ഇവരുടെ തന്നെ പല ബസ്സുകളിലായിട്ടുള്ള ഈ ഗാർഡന്റെ ഒരു സൈറ്റ് സീയിങ് ടൂറുമാണ് നമുക്കിവിടെ പ്രധാനമായിട്ടുള്ളത്. 11:30 ഷോയ്ക്ക് കയറാനായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ. അപ്പോൾ അതിനായിട്ട് ഞങ്ങളൊരു 11:15 മുമ്പായിട്ട് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ടിക്കറ്റിങ്ങിൽ വന്ന കുറച്ച് ഇഷ്യൂസ് കാരണം നമുക്ക് ആ 11:30 ഷോ മിസ്സായി. അപ്പം മൊത്തത്തിൽ നമുക്ക് ഈ ഗാർഡനിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് ഏകദേശം 12 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പറ്റിയത്. അപ്പോൾ നമ്മുടെ മൊത്തം പരിപാടി അപ്പോൾ കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഷോ ഉള്ളത് 1:30-ക്കാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് സൈറ്റ് സീയിങ് ഒന്ന് ഓടിച്ച് കണ്ടു തീർത്ത് ലഞ്ചും കഴിച്ചിട്ട് വേണം നമുക്ക് ഈ 1:30 ഷോ കാണാനായിട്ട്. അപ്പോൾ ഇതിന് ശേഷം ഇന്ന് വൈകിട്ട് തന്നെ വീണ്ടും അടുത്ത പ്രോഗ്രാം ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ ഡിലേ ആയെങ്കിലും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് സൈറ്റ് സീയിങ് ഒന്നും കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാർഡനിലെ കാഴ്ചകൾ വളരെ വിശദമായിട്ടൊന്നും തന്നെ നമുക്കൊന്ന് കാണാനോ അല്ലെങ്കിൽ അതൊക്കെ കവർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാനോ ഒന്നും സാധിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഫുൾ ഡേ കുറച്ച് ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഡിലേ വന്നത് കാരണം നമ്മുടെ ഷെഡ്യൂൾ വീണ്ടും ഒന്നും കൂടി ടൈറ്റ് ആവുകയാണ്. വെപ്രാളം പിടിച്ച് എല്ലാം കൂടി ഓടിച്ചിട്ട് കണ്ടു തീർക്കേണ്ട ഒരു അവസ്ഥയാണ്. നമ്മൾ ബസ്സിൽ കയറി ഇന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് എത്തിയപ്പോൾ തന്നെ ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ ഇറങ്ങി എല്ലാവരും ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. ഇവിടെ ഞാൻ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല ഫോട്ടോ എടുക്കാനുള്ള. കുറച്ച് കിളികളൊക്കെ ഇവിടെ 2-3 ഇരിക്കുന്നു, അത് കാണിച്ചു തരാം. വേറെ ഒന്നും പ്രത്യേകിച്ച് എനിക്കൊന്നും കാണാൻ അല്ല. ഫോട്ടോ എടുക്കാന്നും പറഞ്ഞ് നമ്മളെ ഇറക്കി വിട്ടിട്ട് ഇവിടെ എന്തോ പ്രത്യേകിച്ച് ഫോട്ടോ എടുക്കാനുള്ളതെന്നുള്ളതാണ് ഒരു സംശയം. എനിക്ക് കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ആ ഒരു മൂഡ് പോയപ്പോഴത്തേക്ക് പിന്നെ ഒന്നും നോക്കാനോ കാണാനോ ഉള്ള ഒരു ഇത് തോന്നുന്നില്ല. നമുക്ക് തിരിച്ച് വണ്ടിയിൽ തന്നെ പോകുന്നതായിരിക്കും ബെറ്റർ. കയറുക ഞാൻ അറ്റത്തിരുന്നോളാം. വലുത് ഇതുണ്ടോ? അങ്ങോട്ടും കൊണ്ടുപോയെന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞായിരുന്നെങ്കിൽ അതൊക്കെ വറുത്തായിരുന്നു. അത്രയും പൊക്കത്തിലുള്ള അയ്യോ, എന്തൊരു ആശ്വാസമായിപ്പോയി. പൊരിഞ്ഞ വെയിലത്ത് നിന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്കും വെള്ളം ഉണ്ടോ തോന്നുന്നു. ഇല്ലയോ? ആ എന്തിയെ? ആ ഭാഗ്യം, നല്ല കട്ടിക്കുണ്ട്. സ്പൂണ് വേണോ? ആ മനസ്സിലായി. ഇച്ചിരി ഷുഗറിൻ്റെ സിറപ്പും കാണും എക്സ്ട്രാ ഒരു മധുരത്തിന്. അല്ലേ ഒരു 2 സ്ട്രോയോ? എന്നാ അവിടെ ഇരിക്കും. ആ എന്നാ വാ, നടന്നോണ്ട് കുടിക്കാനോ? വാങ്ങയോ? കൊള്ളാമേ? ആ അതാ കയ്യിലിരിക്കുന്ന. ബസ്സിലിരുന്ന് നമ്മൾ ഈ ഒരു ഡിനോസറിനെ കണ്ടായിരുന്നു. ഇത് എവിടെയെന്ന് തപ്പി നടന്നപ്പോൾ എന്തേണ്ട നമ്മൾ
ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് വന്ന് ബസ്സിൽ കയറുന്ന സ്ഥലത്ത് അതിനെ കണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ അടുത്ത് പോയി 2 ഫോട്ടോ എടുത്തിട്ട് 2 വീഡിയോയും കൂടെ എടുത്ത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ബസ്സുകൾ വന്ന് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം പെട്ടെന്ന് നമുക്ക് 2 ഫോട്ടോ എടുത്തിട്ട് പോവാം. ഇവിടെയൊക്കെ ഒരുപാടുണ്ട് കാണാൻ. ശരി, ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ബസ്സിൽ കയറി ലഞ്ച് കഴിക്കാൻ പോകണം. 1:30 ഒരു ഷോ ഉണ്ട്, അത് നമുക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല. ശരിക്കും അത് നമ്മുടെ 11:30 ഷോ ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തത്. അതിവിടെ എന്തൊക്കെയോ ബുക്കിങ്ങിൻ്റെ ഇഷ്യൂസ് സംഭവിച്ചിട്ട് നമുക്ക് അത് 11:30 കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് അതിനുള്ളത് നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം നമുക്ക് 1:30 ഷോയ്ക്ക് കയറാം. സഫാരി വേൾഡിൽ പല നമ്മളെ പറ്റിക്കാൻ എന്തെങ്കിലും കാണും. എന്നാലും വേണ്ടില്ല, വിശക്കുന്നു. അത്ര തിരക്കുണ്ടാവാതിരുന്നാൽ മതി. ലഞ്ച് കഴിക്കാനായിട്ട് വന്നതാണ്. നമുക്ക് ഇനി ഇവിടെ അവരെന്താണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല, നോക്കാം. സഫാരി വേൾഡിലെ പോലത്തെ ലഞ്ചാണ് അവർ തരുന്നതെങ്കിൽ ഒന്നും കഴിക്കാൻ സാധ്യതയില്ല. എന്തായാലും പോയി നോക്കാം. വാ വാ വാ. ഇതും തിരക്കില്ല എന്തായാലും. സഫാരി വേൾഡിലെ പോലെ എന്തായാലും വലിയ തിരക്കും തള്ളും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് സമാധാനത്തെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അതെല്ലാം കണക്കാം. എവിടെ? അവിടെ ഇരുന്നു. നമുക്ക് കഴിക്കാം. ലഞ്ച് വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ നമുക്ക് സമാധാനത്തെ കഴിക്കാനുള്ള ഒരു സമയമില്ലായിരുന്നു. ഞങ്ങൾ ലഞ്ച് കഴിച്ച് ഇതേ വേഗം തന്നെ അടുത്ത ഷോയ്ക്ക് കയറാനായിട്ട് ഓടുവാണ്. An ancient dance way. പെട്ടെന്നുള്ളൊരു വരവായിരുന്നു. അതങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നല്ലോ. അടുത്ത ഹിന്ദി പാട്ട്. ഹിന്ദി പാട്ട്. ഇത് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ട് ഫോംസ് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളൊരു ഷോയാണ്. അവരുടെ ട്രഡീഷണൽ പല ഡാൻസുകളും പിന്നെ സ്റ്റേജിൽ ലൈവായിട്ട് നമുക്ക് ആനപ്പുറത്തിരുന്നുള്ള യുദ്ധവും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വളരെ അടിപൊളി ഒരു ഷോ ആയിരുന്നു ഇത്. എൻ്റെ അമ്മ ഇത് കുറേ ഉണ്ടല്ലോ. അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നത് ആനകളുടെ ഷോ കാണാനായിട്ടാണ്. അയ്യോ, കുട്ടി കുട്ടി ആനകള്. അയ്യോ, അത് കണ്ടോ, അത് കണ്ടോ. അയ്യോ, ടാറ്റാ.
വിളിക്കുന്നു. ഇല്ല വാ അതുകൊണ്ട് അവിടെ നമ്മുടെ കയ്യിലൊന്നുമില്ല കൊടുക്കാൻ. തൊട് ആ അത് നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ല. തൊട്ട് നോക്കിയേ ചേട്ടാ. അയ്യോ നീ വായ. ആ സാരമില്ല. തൊട്. അയ്യോ എന്തായാലും തൊട്ട്. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പോൾ ഷോ കഴിഞ്ഞ് ഞങ്ങൾ ദേ ഇവിടുന്ന് ഇറങ്ങുവാണ്. രാവിലെ സൈറ്റ് സീയിങ്ങിൽ മിസ്സായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഷോയ്ക്ക് ശേഷം പോയി കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് തീരെ സമയമില്ലാത്തതുകൊണ്ട് അത് പറ്റിയില്ല. നമുക്ക് അടുത്ത ഒരു പ്രോഗ്രാമും കൂടി ഇന്ന് തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് അപ്പോൾ തന്നെ ഇറങ്ങിയേ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ നമ്മൾ ദേ ഇന്നത്തെ അടുത്ത പരിപാടിയായി ടൈഗർ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ പല സൈസിലുള്ള ടൈഗേഴ്സ് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് അവൈലബിൾ ആണ്. സ്മോൾ തൊട്ട് മീഡിയം, ലാർജ്, ജയന്റ് എന്നിങ്ങനെ പല സൈസിലാണുള്ളത്. അപ്പോൾ ഓരോന്നിനും ഓരോ റേറ്റുമാണ് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ടൈഗറിൻ്റെ കൂടെ കൂട്ടിനുള്ളിൽ 10 മിനിറ്റാണ് സ്പെൻഡ് ചെയ്യാൻ കിട്ടുക. ആ ടൈമിൽ നമുക്ക് ഫോട്ടോ എടുക്കുകയും അതിനെ തൊടുകയും ഒക്കെ ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സൈസിൽ പല ടൈഗേഴ്സിനെ സെലക്ട് ചെയ്ത് ഒറ്റയ്ക്ക് വേണമെങ്കിൽ പോകാം, അല്ലെ കപ്പിളായിട്ട് പോകാമായിരുന്നു. പക്ഷെ നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവർക്കും കൂടി ഒരേ ടൈഗറിൻ്റെ അടുത്ത് പോകാനാണ് ചൂസ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഓരോ ടൈഗറിൻ്റെയും സൈസിനനുസരിച്ച് കയറുന്ന മെമ്പേഴ്സിന് മിനിമം ഹൈറ്റ് റിക്വയർമെൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ഹൈറ്റ് കുറവുള്ളത് അമ്മയ്ക്കായതുകൊണ്ട് ആ ഹൈറ്റ് വെച്ചിട്ട് സ്മോൾ ടൈഗറിനെ മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങളിത് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറുവാണ്. അപ്പോൾ നമുക്ക് ടൈഗറിൻ്റെ കൂട്ടിനകത്തേക്ക് കയറാം. അത് ചെറുതാ, തീരെ പൊടിയാ. ഇവിടെ അല്ലേ സ്മോൾ അല്ലേ? ഓ ഇതാ സ്മോള്. എവിടെ ആളെ കാണുന്നില്ലല്ലേ? ആളില്ലേ അതിനകത്ത്? Okay, welcome here, please, 4 person. See, oh, you can touch tiger only back side. Don't touch head, shoulder, front paws. Please stay behind. Don't close. Don't stay at the front. Please stay with your group. Follow staff inside. Don't walk alone. Phone mobile. Take photo, video. Please no flash, no calling, no video call. Your bag, please. പേടിക്കുന്നേ സൗണ്ട് ഉണ്ടാക്കരുത്, അഥവാ പേടി വന്നാലും കേട്ടോ. ചിലപ്പോൾ ഉറങ്ങി കിടക്കുമായിരിക്കും. ആണല്ലോ നല്ലത്. ഇതാണോ സ്മോൾ? പുറയിൽ ഒരാളുണ്ട്. ഇല്ല അങ്ങനെ സൗണ്ട് ഉണ്ടാക്കാതെ, പേടിച്ച സൗണ്ട് ഉണ്ടാക്കരുത് കേട്ടോ. തടവരുത്, പേടിക്കരുത്, ഒന്നും ചെയ്യത്തില്ല. അത് ഉറങ്ങി കിടക്കുക, ഒന്നും പേടിക്കണ്ട.
ഹായ് പറ, ഹായ് പറ. ഓക്കെ ഓക്കെ, പറയട്ടെ പറയട്ടെ അമ്മ, അവര് പറയട്ടെ. പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. ഇനി ആ പപ്പായല്ലേ അപ്പ, നീ പപ്പ നോക്കോ, പപ്പായല്ലേ അപ്പ. You want Indian food? ഫുഡ് വേണമെന്നൊക്കെ ചോദിച്ചു. അത് വേണം, വൈകിട്ട് വല്ലതും തരണമെന്നാ ചോദിച്ചു. ഓക്കെ, വീഡിയോ കുറച്ചെടുത്തിട്ട് Hi, Tiger. No, 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 no. ഇവർ രണ്ടുപേരും Yeah, thank you. Thank you. Thank you. തടവി തൊട്ട് ഇല്ല, മറ്റേ കൈ തൊട്ടില്ല. ആ ഓക്കെ. പക്ഷെ മൊബൈൽ പിടിച്ചില്ലേ? ആ ശരി, ഈ കഴിച്ചല്ലേ, രണ്ട് കൈ കൊണ്ട് പിടിച്ചായിരുന്നല്ല. ആ കൊള്ളാമല്ല. ഇതെന്തുവാ വെറൈറ്റി ആയിപ്പോയല്ലേ? അപ്പയ്ക്ക് തോന്നുന്നു പൊടി അടിച്ചു കയറി. വിളിക്കും. ആ വാല് വെച്ച് തട്ടും നമ്മളെ. എല്ലാരും ഉറക്കമാന്ന് തോന്നും. വെള്ളത്തിൽ കിടക്കുന്ന ഒരാള്. ഓ ഇത് ചേട്ടനാ. അയ്യോ, ചേട്ടന് പറ്റിയ കൂട്ടാ ഇത് കേട്ടാ. ടബിലിട്ടായിരുന്നാ മതി അല്ലേ? ഇതിന്റെ സൈസ് കണ്ടോ? ഇത് ജയിന്റാന്ന് തോന്നുന്നു കേട്ടാ. ചുമ്മാ അല്ല. അയ്യോ, 1.5 വലിപ്പം അതിന് അല്ലേ? വെള്ളത്തിൽ സുഖത്തെ കിടക്കുന്നുണ്ടോ? ഇനി എങ്ങോട്ടാന്നാ? ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം. ഇങ്ങോട്ട് ക്ഷീണിച്ചോ? അയ്യോ എനിക്ക് വയ്യ. ഇത് കണ്ണു തുറന്ന് കിടക്കുവന്നല്ലേ? ആ വിചാരിക്കായിരിക്കും നിന്നെയൊക്കെ എൻ്റെ കയ്യെ കിട്ടിയായിരുന്നെങ്കിൽ. ആ അതെ, എന്നെ ഒന്ന് തുറന്ന് വിട്ടായിരുന്നെങ്കിൽ വിചാരിക്കുമായിരിക്കും നിന്നെയൊക്കെ എൻ്റെ കയ്യിലൊന്ന് കിട്ടിയ. അതെ, ഇതെല്ലാം നിൽക്കുന്ന ഓരോ KFC. അതെ, ഞാൻ നേരപ്പ
അല്ല എണ്ണുവാ എത്ര പേരുണ്ടോ ഇന്നത്തെ ഡിന്നർ. ഇന്നത്തെ ഡിന്നർ യോ കമ്മേ. സെൽഫി എടുക്കാൻ എന്നാൽ മൂത്രമൊഴിച്ച് വരുമെന്നുള്ള സ്പ്രേ ചെയ്യുന്ന അവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടോ? അതിപ്പോൾ അപ്പുറത്തെ ഇതിലോട്ട് ഒഴിച്ച്. ടാറ്റാ ടാറ്റാ. ആ അവിടെ ആരും ഇല്ലാതെ നോക്കിയിരിക്കുക. ടാറ്റാ. ആ അതെ 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 അത് സെൽഫി പുള്ളേ പുള്ളേ സെൽഫി പുള്ളേ നോക്ക് പുള്ളേ തിരിയുന്നില്ല പുള്ളേ. അതല്ലേ ഇതുപോലെ വെള്ളത്തിൽ ഇടട്ടെ. ഓഹോ അങ്ങനെ വിളിക്കരുത്. ആ അങ്ങനെ വിളിക്കാൻ ഞാൻ പക്ഷെ വിളിച്ചു ഹലോ ഹലോ. എക്സിറ്റ് അങ്ങോട്ടോ. ഓക്കെ അങ്ങനെ ഞങ്ങൾ ടൈഗർ പാർക്കിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇന്നത്തെ പരിപാടി ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വിഷ്വൽസ് ഉണ്ടെങ്കിൽ കാണിക്കാം. നമ്മുടെ വണ്ടിയല്ലേ? ഞാനങ്ങ് തലയിറങ്ങി വീഴുന്ന പോലെ ബാലൻസ് പോയ പോലെ എൻ്റെ ഒരു നടത്തം കണ്ടു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കയറാൻ. അങ്ങനെ ഞങ്ങൾ ടൈഗർ പാർക്കിൽ നിന്ന് ഇറങ്ങി നേരെ ഹോട്ടലിലേക്കാണ് വന്നത്. കുറച്ചു നേരം റെസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഡിന്നർ കഴിക്കാനായിട്ട് ഇതേ ഇറങ്ങിയിരിക്കുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി അടുത്ത റോഡെത്തി. പൊട്ടാറ്റോ എടുത്ത് കഴിക്കാം. ചോളവും എല്ലാം ഉണ്ടല്ലോ. ഇത് വേണമെങ്കിൽ മറ്റേ ചാറുണ്ട്. മറ്റേ റൈസ് കഴിച്ചാലും കഴിക്കും. വണ്ടി വണ്ടി നോക്കി ഇറങ്ങത്തില്ല. അയ്യാ സെൻട്രൽ പട്ടായ സെൻട്രൽ പട്ടായ ഉണ്ട്. അതൊരു ഇത്തിരി വലിയ മാളാണ്. ചീസ് കേക്ക് ഓറഞ്ച് അല്ല പിങ്ക്. അതുപോലെ കൊണ്ടുപോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളത്തെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.